പിണറായിയുടെ അന്തസ് പോയി, മോഹൻലാലിൻ്റെ അന്തസ് പോയി. മോഹൻലാൽ ഒരു നല്ല നടനാണ്, അങ്ങനെ ഒരു രാഷ്ട്രീയം ഇല്ലാത്തവന്. അങ്ങനെ പിടിച്ച് കമ്മ്യൂണിസ്റ്റ് ആക്കാൻ വേണ്ടിയുള്ള ഒരു കളിയുടെ ഭാഗമായിരുന്നത്. അത് ജനങ്ങളൊക്കെ ബോധ്യമായി, നാല് നശിച്ചു പോയി. ഇപ്പം നമ്മുടെ മമ്മൂട്ടി ഉണ്ടല്ലോ, എന്നാ മിണ്ടാത്തേ? മമ്മൂട്ടി ഏറ്റവും നല്ല നടനല്ലേ, ആർക്ക് എതിർക്കാൻ പറയും മമ്മൂട്ടിയെ? അത്ര ഹൃദയശുദ്ധിയുള്ള മനുഷ്യൻ. അങ്ങേർക്ക് രാഷ്ട്രീയം ഉണ്ട്, അതാ രസം. എന്നിട്ടും അങ്ങനെ ആരും കുറ്റപ്പെടുന്നില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടം അത്രയും പോകണ്ടായിരുന്നു എൻ്റെ അഭിപ്രായം. രാഹുൽ മാങ്കൂട്ടം അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അവൻ്റെ ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പ് കൊണ്ടായിരിക്കും ഈ വൃത്തികൾ അവൻ ചെയ്തത്. അത് ചെയ്യരുതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കഴിയുമെങ്കിൽ അവനെ ഞാൻ അന്ന് ആദ്യം പറഞ്ഞു തരുന്നത്, രാഹുൽ അവന് ചെവിക്കൂട്ടി 2 അടിയും കൊടുത്ത് മാനസിക ആശുപത്രി കൊണ്ടാക്കാൻ ഞാൻ പറഞ്ഞത്. ഞാൻ മലപ്പുറം പറഞ്ഞ് ചെറുപ്പമല്ലേ നീ, എല്ലാവരും കൊല്ലാൻ നടക്കുന്നത് ചെറുപ്പക്കാരനല്ല, അബദ്ധം പറ്റിയിട്ടുണ്ട്, തെറ്റുണ്ട്, അവനെ മാന്യമായി ശിക്ഷിക്കണം, ഇല്ലെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവന് സഡൻ ഡെത്ത് കൊടുക്കാൻ പാടില്ലായിരുന്നു. ക്രിസ്ത്യാനിക്ക് പിന്നെ എവിടെ രക്ഷ? ക്രിസ്ത്യാനിയുടെ രക്ഷ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളല്ലേ, ഹിന്ദുക്കളല്ലാതെ ക്രിസ്ത്യാനിയുണ്ടോ? ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിൻ്റെ സഹായത്തോടെയല്ലേ ഇവിടെ ക്രിസ്ത്യാനികളുടെ ജീവിതം ഇല്ല. ഇതിന് ഈ നിയമസഭാ ഇലക്ഷൻ കഴിയുമ്പം ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നത് എഴുതിയിട്ടോ, ആര് ഭരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. 1.5 വർഷം ആലോചിച്ചിട്ടാണ് ബി ജെ പി ചെയ്തത്, ചുമ്മാ ചാടി ബി ജെ പി കയറിയല്ല. ഞാൻ പിതാക്കന്മാരോട്, ഇവിടെ NSSൻ്റെ ആൾ, SNDPയുടെ നേതാക്കന്മാരൊക്കെ സംസാരിച്ചു. പൂഞ്ഞാർ ഇത്തവണ പിടിക്കുമെന്നുള്ള ആത്മവിശ്വാസം എത്രത്തോളം? പൂഞ്ഞാറിൽ ഞാൻ ജയിക്കുകയില്ലെന്ന് ലോകത്താരും പറയല, പൂഞ്ഞാറുകാരും പറയല. ഇത് എതിർ സ്ഥാനാർത്ഥിയോട് പോയി ചോദിച്ച് രഹസ്യമായിട്ട് അവർ പറയും PC ജയിക്കുന്നു. പോരെ, ഇത്തവണ BJP സ്ഥാനാർത്ഥിയാണ്. BJP സ്ഥാനാർത്ഥി എന്താണെന്ന് വെച്ചാൽ ഞാൻ വെറുതെ അല്ല മോളെ. ഞാൻ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടി സ്വതന്ത്ര ഒറ്റപ്പാർട്ടി അടക്കം നടന്ന് ഒറ്റയ്ക്കല്ല ഇവിടെ 22,000 വോട്ട് ഉപയോഗിച്ചത്. ഞാനിങ്ങനെ ആലോചിച്ച് മടുത്തുമാനെ, ഒരു പാർട്ടി വേണ്ടേ? അപ്പോൾ ഞാനിങ്ങനെ 1.5 വർഷം ആലോചിച്ചിട്ടാണ് ബി ജെ പി ചെയ്തത്, ചുമ്മാ ചാടി ബി ജെ പി കയറിയല്ല. ഞാൻ പിതാക്കന്മാരോട്, ഇവിടെ NSSൻ്റെ ആൾ, SNDPയുടെ നേതാക്കന്മാരൊക്കെ സംസാരിച്ചു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്നെ പ്രധാനപ്പെട്ട കാര്യം, ലോകത്തിന് മുമ്പിൽ ഒരു മധ്യസ്ഥൻ്റെ വേഷത്തിലേക്ക് വന്നിരിക്കുന്ന മോദിജി, ഇന്ത്യൻ പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് കേരളത്തിന് ആവശ്യമായിട്ടുള്ളതെന്ന് എനിക്ക് ബോധ്യമായി. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ BJP ചേർന്നത്. 100% ബോധ്യത്തോട്. ഒരു സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചല്ല, സ്ഥാനാർത്ഥി വേണ്ടെന്ന് കഴിഞ്ഞ ദിവസവും പറഞ്ഞു. അവരെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ നിൽക്കുകയാണ്. കാരണം ഇവിടുത്തെ BJP നിലനിർത്താൻ ഞാൻ മത്സരിക്കേണ്ട ആവശ്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. നേതാക്കന്മാർ ഡൽഹിയിൽ നിന്നും കേരളത്തിൽ നിന്നും നമ്മുടെ രാജചന്ദ്രശേഖർ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു. അതുകൊണ്ടാണ് നിൽക്കുന്നത്. മകനും മത്സര രംഗത്തുണ്ട്. അതാണ് എൻ്റെ പ്രശ്നം, മകനുണ്ട്, അതുകൊണ്ട് വേണ്ടെന്നായിരുന്നു എൻ്റെ ഒരു ചിന്ത. അപ്പോൾ അതിനകത്തുള്ള പ്രശ്നം, നമ്മുടെ ഞങ്ങൾ ഈ BJPക്ക് നമ്മുടെ റവന്യൂ ജില്ല 14ആണ്, പക്ഷേ BJPക്ക് 30 ജില്ലയാണ്. അതായത് കോട്ടയം 2 ജില്ലയാണ്, കോട്ടയം ഈസ്റ്റ് ആൻഡ് കോട്ടയം വെസ്റ്റ്. പാല എന്ന് പറയുന്നത് എൻ്റെ മകൻ നിൽക്കുന്ന കോട്ടയം വെസ്റ്റ് ജില്ലയാണ്, അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ലിജില്ലാനാണ്. ഞാൻ നിൽക്കുന്ന പൂഞ്ഞാറ് കോട്ടയം ഈസ്റ്റ് ജില്ലയാണ്, റോയ് ചാക്കോണ് അവിടുത്തെ ജില്ലാ പ്രസിഡന്റ്. അപ്പോൾ 2 ജില്ലാ പ്രസിഡന്റുമാരോട് ആലോചിച്ച് എന്നെ നിർബന്ധിച്ചുകൊണ്ട് നിർത്തിയത്, അതാണ് സത്യം. ഇപ്പോൾ ഒരാൾ BJPയിലേക്ക് പോയാൽ തന്നെ പൊതുവിൽ പറയുന്ന ചില ട്രോൾ വാക്കുകളുണ്ട്, ചാണകത്തിൽ ചവിട്ടി, ചാണകത്തിൽ വീണു, അങ്ങനെയൊക്കെ. കേരളത്തിലെ LDFും UDFും ഇവിടുത്തെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി BJP വിരുദ്ധ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. UDFും LDFും ഒരുമിച്ചാണ്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ BJP ജയിക്കുമെന്ന് കണ്ട എല്ലാ ബ്ലോക്ക്, ഗ്രാമ, ജില്ലാ മേഖലകളിലും LDF UDF ഒന്നിച്ചു. ഈ നിയമസഭാ ഇലക്ഷനിലുണ്ടാവും, പക്ഷേ ഈ നിയമസഭാ ഇലക്ഷൻ പഴയ പോലെ ഞങ്ങളെ കളിപ്പിക്കാൻ പറ്റുകയില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാഴ്ചപ്പാടുണ്ട്, ഞങ്ങൾ ആ ശക്തമായിട്ട് പോവുക. ഇത് വെറുതെ അല്ല, ഇത് മോദി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ, മോദിജിയുടെ എഫക്റ്റ് അത് വളരെ വലുതാണ്. അത് കേരളത്തിൽ ഉണ്ടാകാതിരിക്കാൻ BJPയും ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ UDF LDFും ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങളും വാർത്താ ദൃശ്യ മാധ്യമങ്ങളും ബഹുഭൂരിപക്ഷം ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ ത്രിതല പഞ്ചായത്ത് ഞങ്ങൾ ഇത്രയും വോട്ട് പിടിച്ചത്. 20% വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, മനസ്സിലായോ? ഈ നിയമസഭാ ഇലക്ഷൻ കഴിയുമ്പം ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നത് എഴുതിയിട്ടോ, ആര് ഭരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും.
ഇതിപ്പോ ക്രൈസ്തവ വോട്ടുകൾ ഇപ്പൊ ഏറെ പ്രാധാന്യമുള്ള ഒരു മണ്ഡലം കൂടിയാണ് പൂഞ്ഞാർ. ഇവിടെ നിന്ന് എങ്ങനെയായിരിക്കും ക്രൈസ്തവ വോട്ടുകൾ BJP-യിലേക്ക് പോകാനുള്ള ഒരു സാധ്യത? ക്രൈസ്തവന് ക്രിസ്ത്യാനിക്ക് പിന്നെ എവിടെ രക്ഷ? ക്രിസ്ത്യാനിയുടെ രക്ഷ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളല്ലേ. ഹിന്ദുക്കളല്ലാതെ ക്രിസ്ത്യാനിയുണ്ടോ? ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിൻ്റെ സഹായത്തോടെയല്ലേ ഇവിടെ ക്രിസ്ത്യാനികളുടെ ജീവിതം. ഇല്ല, ഇതിനു മുമ്പ് തന്നെ പലരും പലതുമായി പോയേനല്ലോ. നമുക്കറിയാമല്ലോ സത്യം. ഞാൻ പച്ചയ്ക്ക് പറയുന്നില്ല, ഒരു സ്ഥാനാർത്ഥിയാണ്, ഞാൻ പറയാൻ പാടില്ല. പക്ഷേ ആലോചിക്കണം, പാലായിലെ അഭിനന്ദ പിതാവിനെ വരെ ആക്രമിക്കാൻ ശ്രമിച്ചില്ലേ? ആരാ സഹായിക്കാണ്ടായിരുന്നു? RSകാരാണ്. മനസ്സിലായോ? അതുകൊണ്ട് RSനോട് വളരെയേറെ നന്ദി ക്രൈസ്തവ സമൂഹത്തിനുണ്ട്. അതുകൊണ്ട് താമര എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി മത്സരിച്ച ചിഹ്നമാണ്. ആ മത്സരിക്കാൻ അവസരം കിട്ടുന്നത് ദൈവാനുഗ്രഹമായി ഞാൻ കരുതുന്നു. ഒരു സംശയമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രചാരണങ്ങളിൽ പല PR വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്. അത്തരത്തിലൊന്നായിരുന്നു മോഹൻലാലും പിണറായി വിജയനും തമ്മിലുള്ള ആ ഒരു അഭിമുഖം. അത് ശരിക്കും ഉപകാരപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ട് അവർ. അത് പിണറായിയുടെ അന്തസ്സ് പോയി, മോഹൻലാലിൻ്റെ അന്തസ്സ് പോയി. മോഹൻലാൽ ഒരു നല്ല നടനാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയം ഇല്ലാത്തവന് അങ്ങനെ പിടിച്ച് കമ്മ്യൂണിസ്റ്റ് ആക്കാൻ വേണ്ടി ഒരു കളിയുടെ ഭാഗമായിരുന്നത്. അത് ജനങ്ങളൊക്കെ ബോധ്യമായി. നാല് നശിച്ചു പോയി. ഇപ്പം നമ്മുടെ മമ്മൂട്ടി ഉണ്ടല്ലോ, എന്നാ മിണ്ടാത്തേ? മമ്മൂട്ടി ഏറ്റവും നല്ല നടനല്ലേ, ആർക്ക് എതിർക്കാൻ പറഞ്ഞു മമ്മൂട്ടിയെ? അത്ര ഹൃദയശുദ്ധിയുള്ള മനുഷ്യൻ. അങ്ങേർക്ക് രാഷ്ട്രീയം ഉണ്ട്, അതാ രസം. എന്നിട്ടും അങ്ങനെ ആരും കുറ്റപ്പെടുന്നില്ലല്ലോ. മോഹൻലാൽ ഇപ്പം അത് പിണറായി കാണണ്ടായിരുന്നു എൻ്റെ അഭിപ്രായം. അല്ല, ആദ്യം എല്ലാവരും പറഞ്ഞത് മോഹൻലാലിന് ഒരു BJP ചായ്വുണ്ട്, BJP-യോടാണ് അനുകൂലം, പ്രധാനമന്ത്രിയൊക്കെ കണ്ട സമയത്തൊക്കെ. അല്ലാതെ അങ്ങേരെ മനസ്സ് ഞങ്ങളുടെ കൂട്ടത്തിലാണ്, ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് എനിക്ക് നല്ല ബോധ്യമാണ്. ഞാൻ അറിയുള്ളൂ അങ്ങേരുടെ മനസ്സ് ഞങ്ങളുടെ കൂട്ടത്തിലാണ്. എനിക്ക് 100% ബോധ്യമാണ്. അതുകൊണ്ടാണ് ഈ പിണറായിയെ കാണാൻ പോകണ്ടായിരുന്നുള്ള ചിന്ത എനിക്കുള്ളത്. അപ്പൊ ഇപ്പൊ സുരേഷ് ഗോപിക്കെതിരെ ഭയങ്കരമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം ഒരു തമ്പുരാൻ ലൈനിലാണ് പോകുന്നത്, അത് രാഷ്ട്രീയ പ്രവർത്തകനല്ല, ഇപ്പോഴും സിനിമാക്കാരൻ തന്നെയായിട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെയാണ് കെ മുരളീധരൻ അടക്കമുള്ള ആളുകൾ ഉയർത്തുന്ന വലിയൊരു വിമർശനം. ഞാൻ ചോദിക്കട്ടെ, അങ്ങേര് ജീവിതം എന്ന് പറയുന്നത് സിനിമയാണ്. സുരേഷ് ഗോപി എന്ന് പറഞ്ഞ സിനിമയാണ്. സിനിമയുടെ തന്നെ ജനിച്ച് വളർന്ന് ഈ പ്രായം എത്തിയപ്പം ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടും തൃശ്ശൂരെ ജനങ്ങളുടെ ഔദാര്യം കൊണ്ട് അദ്ദേഹം MP ആയി. MP ആയെന്ന് ഇങ്ങോട്ട് വളർന്ന വഴി മറക്കാൻ പറ്റുമോ? എനിക്ക് അങ്ങനെ ഇപ്പോഴും ആ സിനിമാക്കാരനായിട്ട് ജീവിക്കുന്നില്ല. എനിക്ക് അഭിമാനം. എന്താണെന്ന് വെച്ചാൽ വന്ന വഴി മറക്കാത്തവനാണല്ലോ. വന്ന വഴി മറക്കുന്ന പല മാന്യന്മാരുണ്ട്, അവന്മാരൊക്കെ ഏഭ്യന്മാരാണ്. അങ്ങനെ ഒരു ഏഭ്യനല്ല സുരേഷ് ഗോപി എന്ന് പറയുന്നത് എനിക്ക് അഭിമാനമുണ്ട്. തൃശ്ശൂർ എങ്ങനെയാണ് ജയിച്ചത്? അവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വോട്ടല്ലേ ഏറ്റവും പ്രാധാന്യമുള്ളത്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സ്വന്തമായിട്ട് വോട്ട് ചെയ്ത് കൊടുത്തു, BJPക്ക് വോട്ട് ചെയ്ത് കൊടുത്തു. മനസ്സിലായി? ഒരു മടിയും ക്രിസ്ത്യാനിക്കില്ല. അതുകൊണ്ട് ഈ നേരത്തെ ചോദ്യം ഉത്തരം നമുക്ക് പറയുന്നത് അതുകൊണ്ട് കൂട്ടി ഉത്തരം പറഞ്ഞതാണ്. അതുപോലെ ഇപ്പോൾ UDF-ന്റെ സ്ഥാനാർത്ഥി ചർച്ചകൾ കാണുമ്പോൾ നിലവിൽ എന്താ ഫീൽ ചെയ്യുന്നത്? ഒരു അടി ഭയങ്കര നിലവിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് ആ അടി ഇപ്പോഴും കുറഞ്ഞിട്ടില്ലല്ലോ എന്ന് മാത്രമൊരു ഫീലിംഗ്. എന്തൊരു നാണക്കേടാ സത്യത്തിൽ. എനിക്ക് സങ്കടമാണ്. ഞാൻ പറയാം കേട്ടോ, കോൺഗ്രസിൻ്റെ എഴുതിയിട്ടോ, ഇപ്പോൾ ഒരു മത്സരം ഉണ്ടാകണമെങ്കിൽ കണ്ണൂർ സുധാകരൻ മത്സരിക്കണം. അവിടെ MP ആയവൻ മത്സരിക്കേണ്ടതെന്ന് പറയുന്നത് കോൺഗ്രസ് വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. ഞാൻ നിഷ്പക്ഷയുടെ അഭിപ്രായം പറയാം. അടൂർ പ്രകാശ്, എനിക്കിവരൊക്കെ അറിയാമല്ലോ. കോന്നി മേഖലയിൽ അടൂർ പ്രകാശ് ഇല്ലാതെ കോൺഗ്രസിന് വല്ലതുമുണ്ടോ? ഇല്ല, അവർക്ക് രണ്ടുപേർക്ക് മാത്രം അളവ് നൽകിയാലും അടി കൂടത്തല്ലേ ഉള്ളൂ. അടി കൂടിയിട്ട് കാര്യമില്ല. എന്തിനാ അടി ഉണ്ടാക്കുന്ന ആവശ്യമില്ലാതെ? അതുപോലുള്ള സുധാകരനെ പോലെ അടൂർ പ്രകാശിനെ പോലെ പ്രാദേശികമായ നേതൃത്വത്തിൽ നിൽക്കുന്നവർ ആരുണ്ട്? ഉണ്ടെങ്കിൽ വഴക്കുണ്ടാക്കട്ടെ. പിന്നെ നിങ്ങൾ മാധ്യമങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, ചുമ്മാ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നല്ലേ നിങ്ങൾക്ക് ഉറക്കം വരികയില്ല. ഞാൻ ഇന്ന് കരഞ്ഞുകൊണ്ട് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മകൻ, എന്നെ അവൻ്റെ പേരെന്നാ ചെറുക്കൻ, ചാണ്ടിയമ്മൻ, പാവം, അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എൻ്റെ പെങ്ങള് സ്ഥാനാർത്ഥി ആയതെന്ന് ഞാൻ അറിഞ്ഞു പോലും മിണ്ടിയിട്ടില്ലെന്ന്. പത്രങ്ങൾ പറയുന്നത് ചാണ്ടിയമ്മൻ രാജ്യഭീഷണി മുഴക്കി പെങ്ങളെ മാറ്റിയെന്ന്. പെങ്ങളെ പറയുന്നത് എനിക്ക് നിൽക്കണമെന്ന് ആഗ്രഹമില്ല, ഞാൻ നല്ല ജോലിയിലാണ്, ഇപ്പോൾ എന്നെ ഉദ്ധരിക്കരുതെന്ന് അവളും പറയും. പക്ഷേ പത്രക്കാർ പറയുന്ന വിടുകയില്ല. പത്രക്കാർ പറയുന്നത് ചാണ്ടിയമ്മൻ രാജിവെക്കൊന്ന് ഭീഷണിപ്പെടുത്തി അവളെ നിർത്തിയില്ലെന്ന്. ഈയിനം പണിയായിട്ട് പത്രങ്ങൾ നടക്കും. ഈ കേരളത്തിലുള്ള ഇത്രയും വൃത്തികെട്ട പത്രപ്രവർത്തനം എനിക്ക് സങ്കടമാണ് സത്യം. ഞാൻ പിന്നെ ഇവരെ എല്ലാവരെയും ചീത്ത വിളിക്കുന്നതാണ്, ഞാൻ മിണ്ടാറില്ല. അതുപോലെ ഇപ്പൊ പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടോ, രാഹുൽ മാങ്കൂട്ടത്തിന് എന്നാ പോയി CPM കല്യാണം കഴിപ്പിക്കുന്ന പറഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ? ഇപ്പൊ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിനെ
കൂടി ഇനി CPM ഒക്കെ കല്യാണം കഴിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു അതൊക്കെ അന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞത്. ഈ രാഹുൽ മാങ്കൂട്ടം ഞാൻ വലിയ പാപിയായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടി അവനെ ഉപദ്രവിച്ചു നശിപ്പിച്ച് കളഞ്ഞു. അത് ശരിയായില്ലെന്ന് എൻ്റെ അഭിപ്രായം. ഒരു പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് വശത്താക്കി ബലാത്സംഗത്തിന് തുല്യമായി സംഘം ചെയ്ത്, ബലാത്സംഗത്തിന് തുല്യമായി എൻ്റെ അഭിപ്രായത്തിൽ അത് തെറ്റായ പ്രവണതയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം അത്രയും പോകണ്ടായിരുന്നു എൻ്റെ അഭിപ്രായം. രാഹുൽ മാങ്കൂട്ടം അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അവൻ്റെ ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പ് കൊണ്ടായിരിക്കും ഈ വൃത്തികൾ അവൻ ചെയ്തത്. അത് ചെയ്യരുതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കഴിയുമെങ്കിൽ അവനെ ഞാൻ അന്ന് ആദ്യം പറഞ്ഞു തരുന്നത് രാഹുൽ അവന് ചെവിക്കൂട്ടി 2 അടിയും കൊടുത്ത് മാനസിക ആശുപത്രി കൊണ്ടാക്കാൻ ഞാൻ പറഞ്ഞത്. ഞാൻ മനഃപൂർവ്വം പറഞ്ഞ് ചെറുപ്പമല്ലേ നീ, എല്ലാവരും കൊല്ലാൻ നടക്കുന്നത് ചെറുപ്പക്കാരനല്ല, അബദ്ധം പറ്റിയിട്ടുണ്ട്, തെറ്റുണ്ട്, അവനെ മാന്യമായി ശിക്ഷിക്കണം, ഇല്ലെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവന് സഡൻ ഡെത്ത് കൊടുക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ കോൺഗ്രസ് എടുത്തത് നല്ല തീരുമാനമാണ് എന്നാണ് നേതാക്കളടക്കം പറയുന്നത്. എടുത്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഇന്ന് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കാത്ത തൻ്റെ ഇടമാണ് കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനം. ആ കോൺഗ്രസിനെ അഭിനന്ദിക്കുന്നു ആ കാര്യത്തിൽ. അത് ഞാൻ കോൺഗ്രസിനെ കുറ്റം പറയാനില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് കൊല്ലണ്ടെന്നാണ് പറഞ്ഞത്. ഒന്ന് ഞെക്കി മര്യാദയ്ക്ക് വിട്ടാൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ CPMന്റെ വിഷയം വരുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അതായത് മുകേഷിന്റെയും അതേപോലെ ഗണേഷ് കുമാറിന്റെ ഒക്കെ വിഷയത്തിൽ നിങ്ങൾ എന്ത് തീരുമാനം എടുത്തു എന്നാണ് കോൺഗ്രസ് തിരിച്ചു ചോദിക്കുക. ഞാൻ കേട്ടോ എന്നോടൊന്നും ചോദിക്കരുത്. ഞാൻ പറഞ്ഞ് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് കൊച്ചു വാ, ഞാൻ ഇതൊക്കെ മറുപടി പറയാം. ഇപ്രാവശ്യം തിരുവനന്തപുരം പിടിച്ചു കഴിഞ്ഞപ്പോൾ BJPക്ക് ഒരു കോൺഫിഡൻസ് വന്നതായിട്ട് തോന്നുന്നുണ്ടോ? സംശയം എന്താ, നീ തിരുവനന്തപുരം എല്ലാവരും കൂടെ തോപ്പിക്കുമെന്ന് പറഞ്ഞാൽ എന്ത് പറ്റി? ഒരു BJPയുടെ ഭരണം വന്നാൽ ഈ രാജ്യത്ത് എന്ത് നാറ്റം വരും എന്നുള്ള തെളിവ് മോദിജി അവിടെ നിന്ന് കാണിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്തുണ്ടായിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ആ കോർപ്പറേഷൻ മേയർ നേതൃത്വം നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പട്ടിണിയില്ലാത്ത തിരുവനന്തപുരം ജില്ലയാക്കി കഴിഞ്ഞു. അവർ ചെയ്യുന്ന സേവനം എത്ര വലുതാണ്. ഭയങ്കര മൂവ്മെൻ്റ് ഇല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ഒരുത്തിന് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ചെല്ലണ്ട, അത് BJP നോക്കിക്കോളും. ആ നിലയിലേക്ക് ഉയർത്താൻ പറ്റി. അതൊക്കെ കണ്ട് നിങ്ങൾ പത്രപ്രവർത്തകരെല്ലാം ഒന്ന് നന്നാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ കുറേ കാലം പൂഞ്ഞാറിനെ പ്രതിനിധീകരിച്ച ഒരാൾ കൂടിയായിരുന്നു ആളായിരുന്നു. പക്ഷെ എന്തുകൊണ്ടായിരിക്കും കഴിഞ്ഞ തവണ ഒരു തോൽവി സംഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവുക? അത് കൊച്ചിനെ അറിയാമല്ലോ. കൊച്ച് മനഃപൂർവ്വം ഒരു 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 വരത്തേക്ക് എന്നെ നയിച്ചുകൊണ്ട് പോകുന്ന ഭാഗമാണ്. എന്താ എത്ര വിഴമിക്കുന്നത്? അത് ഈരാറ്റുമായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങൾ മാത്രമല്ല, പൂഞ്ഞാർ നിയമനത്തിലുള്ള മുസ്ലിം സഹോദരങ്ങൾ മുഴുവൻ വളരെ ആത്മാർത്ഥമായി ഞാൻ നിൽക്കുന്ന, എന്നെ തെറ്റിദ്ധാരണയൊന്നുമില്ലായിരുന്നു. വളരെ മോശമായിട്ട് എനിക്കെതിരായിട്ട് ഉള്ള പ്രചരണം ഞാൻ മുസ്ലിങ്ങളെ ചീത്ത വിളിച്ചവരെ പറഞ്ഞ് ഉണ്ടാക്കി. എന്താ അതിനിടയ്ക്ക് അപ്പം ഞാൻ ഈ ഇലക്ഷൻ തോറ്റു കഴിഞ്ഞപ്പം ആഴ്ച ഞാൻ ചീത്ത വിളിക്കുകയും ചെയ്തു. ആ മനപ്രയാസം കൂടെ വെച്ചാൽ ചീത്ത വിളിച്ച് അത് മുതലാക്കി. അതായത് എൻ്റെ ആരംഭം നമ്മുടെ തേവരുവാർ റോഡാണ്. തേവരുവാർ റോഡ് 98 ലക്ഷം മുടക്കി ഞാൻ പെടുന്നതാണ്. അവിടെ തേവരുവാർ ഒരു തങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ അവിടുത്തെ വളരെ പ്രായമുള്ളൊരു മനുഷ്യനാണ്. 80-ൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അങ്ങേരെ ഞാൻ സ്ഥാനാർത്ഥിയാനല്ല ചെന്ന് വേറെ ഏതോ ആവശ്യം അവിടെ ചെന്നതാണ്. അപ്പോൾ തങ്ങൾ ഇറങ്ങി വന്ന് വിളിച്ചു, ജോർജ് എന്ന് വിളിച്ച് ഓടിച്ചെന്നു. എന്നെ തയ്യലൊക്കെ വെച്ച് ഒരു ഒത്തിരി നേരം ദ്വാ ചെയ്തു. ഒരു 15 മിനിറ്റ് എന്താ വെച്ചു, നീ MLA ആകാൻ പോകുന്നതിനോട് ഞാൻ അന്തിച്ചു പോയി. എൻ്റെ മനസ്സിൽ പോലും MLA ആകാൻ ചിന്തയില്ല. അപ്പോൾ ഞാൻ അന്തിച്ചു പോയി. അതുകൊണ്ട് 80-ൽ ഇലക്ഷൻ നിന്ന് തീരുമാനിച്ച് വോട്ട് കൊടുത്തപ്പോൾ നമ്മുടെ ജീപ്പിൽ ഞാൻ പോകുമ്പോൾ അങ്ങനെ ചെന്ന് കാണേണ്ട ഒരു മര്യാദയില്ല. അതെങ്ങനെ എന്ന് വെച്ചാൽ അങ്ങനെ അവിടെ ഇല്ല. പക്ഷേ മരിച്ചുപോയി. പക്ഷേ ആ റോഡ് 98 ലക്ഷം കൊടുത്ത് ഞാൻ ചെയ്തു. പുള്ളിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്തതാണ്. അത് ഉദ്ഘാടനം പോലും ഞാൻ ചെയ്തു. ഉദ്ഘാടനം വേണം, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തതാണ്. ആ റോഡ് ഞാൻ വോട്ട് പിടിക്കാൻ ചെന്നപ്പോൾ 4 പിള്ളേർ ഇരുന്ന് വഴക്കുണ്ടാക്കുക. SDP എന്ന് പറഞ്ഞ് ചിന്താഭായം വിളിച്ചുകൊണ്ട് എന്നെ കയറ്റുകയില്ല, മാറാന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അടുത്തേർ പറഞ്ഞു, ശരി നിൻ്റെ വോട്ട് വേണ്ടാ, നീ മാറ് എന്ന്. നിൻ്റെ വോട്ട് വേണ്ട എന്ന് പറയുമ്പം അത് പേട്ടയിൽ മുസ്ലിം വോട്ട് വേണ്ടെന്നാക്കി. അതിനെന്ത് ചെയ്യാൻ പറ്റും? അതിന് വൃത്തികെട്ട നടപടിക്ക് അതിനൊക്കെ ഇപ്പോൾ ഒരു ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ടോ? കാരണം അങ്ങനെ ഒരു പിണക്കനി വേണ്ടാന്ന് വെച്ചിട്ട് അല്ല, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഇപ്പോൾ ഈരാറ്റുമായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങൾ വളരെ വസ്തുതാപരമായ സത്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു കാര്യമില്ലാതെ PC
വഞ്ചിച്ചതാണ്. PCR ഭാഗത്തൊരു തെറ്റുണ്ട്, ഞാൻ അന്ന് ചീത്ത വിളിച്ചുള്ളൂ, അത് വേണ്ടായിരുന്നു, പക്ഷേ നമ്മൾ വൃത്തികൾ കാണിച്ചുകൊണ്ടാണ് ചീത്ത കളിച്ചത് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. കച്ചവടക്കാർ ഇപ്പോൾ ചോദിച്ചു PCR ചെയ്തതുപോലെ ഈ ഈരാറ്റുപേട്ടയ്ക്ക് ആരും ഒന്നും ചെയ്തിട്ടില്ല എന്ന് അവർ ഇപ്പോഴും പറയുന്നു. തെറ്റിദ്ധാരണകളൊക്കെ മാറ്റാൻ പറ്റിയിട്ടുണ്ട്. തെറ്റിദ്ധാരണ ഇപ്പം ഇല്ല, എല്ലാവർക്കും സത്യം അറിയാം. ഈ ഇലക്ഷൻ അതിൻ്റെ മാറ്റം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ശരിക്കും അന്ന് കൂവിയപ്പോഴേ എന്തിനാണ് തിരിച്ചു കൂവിയത്? പോവാതെ പിന്നെ ഞാൻ അവനെ കൂച്ചം പഠിച്ചോണ്ട് പോകാനോ, എനിക്ക് സൗകര്യമില്ല, മനസ്സിലായി. അവൻ കൂവി, ഞാനും കൂവി, മൈക്കിനകത്തോട് കൂവി, അവൻ്റെ മുകളിൽ. ഞാൻ യുദ്ധപ്രിയനെന്ന് പറയാറില്ലേ, അതുകൊണ്ടാണ്. അധികാരത്തിൽ വരുന്ന തോന്നുന്നു. ആരധികാരത്തിൽ വരുന്ന തോന്നുന്നു ഇത്തവണ കേരളത്തിലോ? കേരളത്തിൽ ഞങ്ങൾ പറയുന്നവർ വരും. ആരായിരിക്കും ഞങ്ങൾ പറയുന്നവരാരാ? ഞങ്ങൾ പിന്നെ പറയാം. ഒരു തുടർഭരണം പ്രതീക്ഷിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ഇത് ഞാൻ വളരെ പച്ചക്കങ്ങ് പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം ഉണ്ടാവില്ല. 71 സീറ്റ് വേണ്ടേ? UDFനും LDFനും അത് കിട്ടുകയില്ല. അപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം സാധിക്കും. ഇപ്പോൾ രഹസ്യ കച്ചവടമാണല്ലോ UDF LDF ഒന്നായിട്ട്. അന്ന് ഗവൺമെൻറ് ഉണ്ടാക്കിയപ്പോൾ രണ്ടും കൂടെ ഒന്നിക്കും. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അറിയും UDF LDF ഒന്നാണ്. അത് കഴിഞ്ഞ് വരുന്ന ഇലക്ഷൻ ഞങ്ങളും UDF LDF സഖ്യമായിട്ടാണ് യുദ്ധം. അന്ന് ഞങ്ങൾ ഒറ്റയ്ക്ക് അധികാരത്തിൽ. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. മനസ്സിലായി.